കടവല്ലൂർ ക്ഷേത്രം മധ്യകേരളത്തിലെ അതിപുരാതനമായ ശ്രീരാമക്ഷേത്രമാണ്. വാസ്തുവിദ്യാ സവിശേഷതകളാൽ നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് അന്യോനം എന്ന വേദപാണ്ഡ്യ മത്സരമാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് മനോഹരമായ കടവല്ലൂർ എന്ന ഗ്രാമം. ഇവിടെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ശ്രീരാമക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 12ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. ഏറെ പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. വിവിധ ഭാവങ്ങളിലുള്ള ശ്രീരാമ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രത്യേകതകൾ ഒന്നാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക്, ഐതിഹ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. എന്നാൽ മഹാവിഷ്ണുവിന്റെ പ്രസിദ്ധമായ ദശാവതാരങ്ങളിൽ 7ാമത്തേതായ ശ്രീരാമനായാണ് പ്രതിഷ്ഠയെ കണ്ടുവരുന്നത്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ശിവൻ, ഹനുമാൻ, ധർമ്മശാസ്താവ്, അയ്യപ്പൻ, ഭഗവതി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പാണ്ഡവരിൽ 2ാമനായ ഭീമസേനന്റെ പുത്രൻ ഘടോൽക്കജനാണെന്നും പറയപ്പെടുന്നു. വാസ്തു സവിശേഷതകൾ, ദാരുശില്പങ്ങൾ ഒക്കെ പ്രത്യേകതകളാണ്. ഒരുപക്ഷെ ക്ഷേത്രക്കുളങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഒന്ന് കടവല്ലൂരെത്തിയാൽ കാണാം. പ്രതിഷ്ഠയുടെ ഭാവങ്ങൾ ഇവിടുത്തെ രാമവിഗ്രഹത്തെ സവിശേഷമാക്കുന്നു. ഒന്നാമത് ഈ പ്രതിഷ്ഠ ഏതാണ്ട് 6 അടിയിൽ അധികമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പീഠവും പ്രതിഷ്ഠയും കൂടിയിട്ട് 6 അടിയിൽ അധികമുണ്ട്. അത് കാരണം തന്നെ ഒരു ഭക്തന് ഇതിന്റെ പുറത്ത് നിന്നാൽ പോലും, ഗോപുരത്തിന്റെ പുറത്ത് നിന്നാൽ പോലും അദ്ദേഹത്തിനെ കണ്ടു തൊഴാൻ പറ്റും. അതാണ് ആദ്യത്തെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ രാമക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് പോയാൽ മാത്രമേ ബിംബത്തിനെ തൊഴാൻ സാധിക്കുള്ളൂ. ഇവിടെ പുറത്തുനിന്നും വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത് സന്ധ്യയ്ക്കാണ്. കാരണം അദ്ദേഹം ചക്രവർത്തി പദത്തിലിരിക്കുകയാണ്. സന്ധ്യയ്ക്കുള്ള ഭാവമാണ് ദീപാരാധന. തുറന്ന ഭാവം എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ഭാവമാണ്. എന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് മുഴുവൻ അവർ ആവശ്യപ്പെട്ടത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കേരളത്തിലെ വൈദിക സംസ്കാരത്തിന്റെ അവശേഷിപ്പായ കടവല്ലൂർ അന്യോന്യം ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണമാണ്. ഏകദേശം 400 വർഷം പഴക്കമുണ്ട് ഈ പരിപാടിക്ക്. തൃശൂർ, തിരുനാവായ, ബ്രഹ്മസ്വം മഠങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ സംസ്കൃതത്തിലൊരു വേദപരീക്ഷ എവിടെയും നടക്കുന്നില്ല. അത് കൃത്യമായി നടപ്പിക്കപ്പെടുകയാണ്. 1947 നിന്നുപോവുകയും 1989 ആരംഭിക്കുകയും ചെയ്തു. പുനരാരംഭിക്കുമ്പോഴും അതിലും ദേവസ്വം ബോർഡിന് പങ്കുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പങ്കെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർ ഇവിടെ വരികയും ഇവിടെ നിലച്ചുപോയ ഇത്രയും വലിയ ഒരു സംസ്കൃതിയെക്കുറിച്ച്, ഒരു സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് വീണ്ടും ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ള കടമ ദേവസ്വം ബോർഡ് കടമയായിരുന്നു. നിർവഹിക്കപ്പെട്ടു. ഈ വർഷം തന്നെ വളരെ അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ അന്യോന്യം നടന്നത്. അന്യോന്യ പരിഷത്ത് അതിന് വളരെ കഠിനാധ്വാനാണ് ചെയ്തത്. പുരാവസ്തു വകുപ്പ് ക്ഷേത്രം സംരക്ഷിച്ചു വരുന്നു. ഗ്രാമീണ ഭംഗി തികഞ്ഞ കടവല്ലൂർ ഗ്രാമത്തിന് തിലകക്കുറിയായി നിലനിൽക്കുന്ന ഈ ശ്രീരാമക്ഷേത്രത്തെ പഴമയുടെ ഭംഗിയിൽ സംരക്ഷിച്ച് നിർത്താനുള്ള ശ്രമമാണ് ഭരണസമിതി നടത്തിവരുന്നത്. ധനേഷിനൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, കടവല്ലൂർ.